ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുന്നതിൻ്റെ പകുതി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ ആണ് ഇന്ന്. ബാക്കി കാഴ്ചകളൊക്കെ ഇന്ന് കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉച്ചത്തെ ഫുഡ് കഴിച്ചു. കാടിൻ്റെ അകത്ത് തന്നെ ഒരു ചേച്ചി നടത്തുന്ന ഒരു ചെറിയൊരു കുഞ്ഞി ഹോട്ടൽ പോലത്തെ കടയിൽ കയറി കഴിച്ചു. സാധാരണ ചോറും കറിയായിരുന്നു. അപ്പോൾ അവരുടെ തൊടിയിൽ തന്നെ ഉണ്ടാക്കുന്ന വെണ്ടയ്ക്കയും വഴുതിനങ്ങയൊക്കെ വെച്ചിട്ടുള്ള കൂട്ടാനും തോരനും ഒക്കെ ഉള്ളൊരു ചോറായിരുന്നു. പിന്നെ ഇവിടെ മീൻ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് മത്തി വറുത്തത് മാത്രം ഉണ്ടായിരുന്നു. ഒരു 2-3 പീസ് ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. മക്കൾക്കൊക്കെ ഫുഡ് കൊടുത്തു. വരുന്ന വഴിക്ക് അപ്പോൾ ഒരു കുരങ്ങനെ കണ്ടു കേട്ടോ. വാല് തൂങ്ങി കിടക്കുന്ന കണ്ടില്ലേ, നല്ല അടുത്തുനിന്ന് കാണുമ്പോൾ നല്ല രോമൊക്കെ തൂങ്ങി കിടക്കുന്ന കുരങ്ങനായിരുന്നു. അങ്ങനെ വീണ്ടും യാത്ര തുടർന്നു. നല്ല മലനിരകളൊക്കെ കാണുന്നുട്ടോ. നല്ല എളുപ്പമൊന്നുമില്ല. അതെ പാറു പോകാനുണ്ട്. പാറുക പാറ് ഏറുമാടം കണ്ടില്ലേ? അത് കണ്ടപ്പോൾ ഞങ്ങളൊന്ന് നിർത്തിയതാട്ടോ. നോക്കുമ്പോൾ വണ്ടി നിർത്തിയിട്ട് കുറച്ച് പേര് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തോ മൃഗങ്ങളിട്ട് ഉണ്ടോയെന്ന് കാണാൻ വേണ്ടി ഒന്ന് വണ്ടി സ്ലോ ആക്കി നോക്കിയതാണ്. അപ്പോൾ 2 ചേച്ചിമാർ ഏറുമാടത്ത് കയറാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിൽ വെച്ച ഏണി ഓരോ കള്ളിയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അവർക്ക് കയറാൻ പറ്റുന്നില്ല. 2 സ്റ്റെപ്പ് കയറിയിട്ട് തന്നെ അവർ അങ്ങനെ. ഓപ്പോസിറ്റ് സൈഡിൽ വേറൊരു ഏറുമാടം ഉണ്ട് കേട്ടോ. മുന്നോട്ടോ ഞങ്ങൾ തിരുനെല്ലിന്ന് ബാവലി റോഡോ അങ്ങനെ ഏതോ റോഡ് വഴിക്കാട്ടോ വരുന്നത്. ഞങ്ങൾ ഇതുവരെ വന്നിട്ടില്ല ഈ വഴിക്ക്, ആദ്യമായിട്ട് വരാം. അപ്പോൾ ഇവിടുത്തെ എങ്ങനെയാ റോഡുകളും കാഴ്ചകളും എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ തേക്ക് കണ്ടോ, തേക്കിൻ്റെ കാടായിരുന്നു. ഒരു സൈഡിൽ മരമുണ്ട്, ഒരു സൈഡിൽ ഫുള്ള് വെട്ടിയിട്ടിരിക്കുന്നു. എന്താണെന്ന് അറിയില്ല, ടെൻഡർ വിളിച്ചതാണോ എന്തോ അറിയില്ല. ഫുള്ള് തേക്കാട്ടോ. കുറച്ച് അങ്ങോട്ട് ഒരു 5-6 കിലോമീറ്ററോളം ഇങ്ങനെ തന്നെയായിരുന്നു. നമുക്ക് ഒരു സൈഡ് കാണുമ്പോൾ നല്ല കാട്, ഒരു സൈഡ് കാണുമ്പോൾ ആകെ വെളിച്ചം വന്ന് മരമൊക്കെ വെട്ടിക്കിടക്കുന്ന കാണുമ്പോൾ ഒരു സങ്കടം. ഇടയ്ക്കിടയ്ക്ക് ഏറുമാടങ്ങളുണ്ട് കേട്ടോ. അടുത്തത് കണ്ടില്ലേ, വെട്ടിയിട്ട മരങ്ങൾ ഓരോ സൈസ് അനുസരിച്ചിട്ട് ഓരോ ഭാഗങ്ങളിലായി കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ റോഡ് ഒരിത്തിരി വീതി കുറവാണ്. അപ്പോൾ വലിയ വണ്ടികൾ ഓപ്പോസിറ്റ് വന്നാൽ നമ്മൾ നല്ലോണം സൈഡ് ഇറങ്ങി കയറി വേണം പോവാൻ. നമ്മൾ ആ ഒരു ഭാഗത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. ഇവിടെ കുറച്ച് ഉള്ളോട്ടേക്കാണ് മരങ്ങൾ കാണുന്നത്. അടുത്ത മലനിരകൾ, ആകാശമൊക്കെ നല്ല തെളിഞ്ഞ് കിടക്കുന്നുണ്ട്. യൂക്കാലിപ്സിൻ്റെ മരങ്ങൾ എത്തിയിട്ടോ. ഇവിടെ കയറിയപ്പം സ്മെല്ലും ഒക്കെ ഒരു ഡിഫറെൻ്റ് ആയിരുന്നു. നല്ല വെള്ള കളറുള്ള തടി. ഞങ്ങളൊന്ന് സ്ലോ ആക്കിയിട്ടാണ് പോയത്. എല്ലാം ഇങ്ങനെ വരിക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ കൃഷി സ്ഥലങ്ങൾ തുടങ്ങി. അപ്പോൾ എന്ത് മനസ്സിലായി, നമ്മൾ കർണാടക ബോർഡറിലേക്ക് കടന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. ബോർഡർ കടക്കുന്നതിൻ്റെ മുന്നേ ഒരു 5 കിലോമീറ്റർ മുന്നേ ആയിട്ടൊരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ ഒരു 20 രൂപേൻ്റെ ടോക്കൺ എടുക്കണമായിരുന്നു. വരുമ്പോൾ അവിടെ ആളുണ്ടായിരുന്നില്ല, ഞങ്ങളതറിയാതെ കടന്നു പോന്നു. അപ്പോൾ ഇവിടെ ബോർഡറിൽ എത്തിയപ്പോൾ അവർ കടത്തി വിട്ടില്ല. ടിക്കറ്റ് എടുക്കാൻ തിരിച്ച് അത്രയും കിലോമീറ്റർ പോയിട്ട് ടിക്കറ്റ് എടുത്ത് വരാൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവർ 1800 രൂപ ഫൈൻ അടയ്ക്കാനൊക്കെ പറഞ്ഞു. പിന്നെ കയ്യും കാലും പിടിച്ച് സോൾവ് ആക്കി. വാഴക്കൃഷി, ചോളക്കൃഷി, നീറ്റാ. ഇതെന്താ ചെടി? ജമന്തിയാ തോന്നുന്നു. ചെണ്ടുമല്ലി ഇല്ല. ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമുണ്ട് കരളി, ഉമ്മ വച്ചുണർത്താൻ വെറുതെ മോഹമുണ്ട്. അരളിയിലൊരു കിളി കൊഞ്ചിപ്പാലിൽ
ഫുള്ള് കൃഷിസ്ഥലങ്ങളാണ് കേട്ടോ. രണ്ട് സൈഡിലും കണ്ണെത്താത്ത അത്രയും ദൂരത്തോളം ഉണ്ട് കൃഷിസ്ഥലങ്ങൾ. ഇങ്ങനെ വിരിഞ്ഞ് നിറഞ്ഞ് കിടക്കുകയാണ്. ഓരോ ഭാഗത്തായിട്ട് ഓരോ വരമ്പായിട്ട് ഓരോ കൃഷികളാണ്. രണ്ട് സൈഡും കൂടി നോക്കാനാവുന്നില്ല. ഇവിടെ എത്തിയപ്പോഴത്തേനും വീടിൻ്റെ സ്ട്രക്ചറും എല്ലാം മാറിയില്ലേ. നമ്മളവിടെയുള്ള മാതിരിയിലെല്ലാം ഫുള്ള് ഡിഫറെൻ്റാണ്. എന്താ ഇവർക്ക് വീട് അത്ര ആഡംബരത്തിൽ ഉണ്ടാക്കണം എന്നില്ല കേട്ടോ. ഇവരെല്ലാം വീടും സൗകര്യങ്ങളൊക്കെ കുറവാണെങ്കിലും കുഞ്ഞു കുഞ്ഞു റൂമുകൾ, കുഞ്ഞു കിച്ചണുകൾ അങ്ങനെയൊക്കെ ആയിരിക്കും ഇവർക്ക്. പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. പണിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാട്ടോ കാളകൾ. കൃഷിസ്ഥലത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഇടയ്ക്ക് മഴ പൊടിയും. ഓരോ 5 മിനിറ്റിലും മഴ പെയ്യും പോവും അങ്ങനെ കളിക്കായിരുന്നു. മഴ പോയി. അപ്പോൾ അത് നല്ല തെളിഞ്ഞ പ്രദേശം കണ്ടില്ലേ. ഇതിങ്ങനെ ഇത് കിളച്ചിട്ടിരിക്കുക തോന്നുന്നു. ഭൂമി നടുക്കൊരു കിണറുണ്ട്. എന്തോ വളം മാതിരി ഇട്ടിട്ടുണ്ട് തോന്നുന്നു. ഇത് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വീട്. ഈ ഏരിയയിൽ അധികം വീടുകളൊന്നും ഇല്ല തോന്നുന്നു. അപ്പോൾ ഈ യാത്ര നമ്മുടെ അവസാനിക്കാറായിട്ടോ. നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്താൻ അരമണിക്കൂറും കൂടി ഉള്ളൂ എന്നാണ് ഗൂഗിൾ ചേച്ചി പറയുന്നത്. അപ്പോൾ നമ്മുടെ യാത്രയുടെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം.